തെരഞ്ഞെടുപ്പ് വന്നതും ഫലം വന്നതിനേക്കാൾ വൈകുമോ മുഖ്യമന്ത്രി വരാൻ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത്. എന്ന് മുഖ്യമന്ത്രി വരും? ഇന്ന് തീരുമാനം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ആരാവും സർ? അല്ല, ഒരു നിശ്ചയമില്ല. നമ്മൾ ഈ കാലാവസ്ഥ മാതിരിയാ. അത് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നേതാവായിട്ടുള്ള മുരളീധരൻ പറഞ്ഞത്, ഈ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ പ്രവചകര് ഇന്ന് പറയുന്നതല്ല കേട്ടോ, പഴയ കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാലാവസ്ഥ പ്രവചകരുടെ പ്രവചനം പോലെയാണ് ഇന്നിപ്പോൾ മിക്കവാറും കോൺഗ്രസിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എന്നാവുന്നു, മുഖ്യമന്ത്രി ആരാകണമെന്നോ എപ്പോഴാകണമെന്നോ, ഈ മുഖ്യമന്ത്രി കൊണ്ട് നാടിന് പ്രയോജനം ഉണ്ടാകും ഒന്നും കോൺഗ്രസിന് നിർബന്ധമില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ 2 ദിവസം മുമ്പായിട്ട് ഇവരും 3 പേര് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിരുന്നു. വി ഡി സതീശനെയും അതേപോലെ തന്നെ കെ സി രമേശ് വേണുഗോപാൽ. ചെന്നിത്തലയും കെ സി വേണുഗോപാലൊക്കെ. വേണുഗോപാൽ പിന്നെ അവിടെ തന്നെ ഉണ്ട്. കെ സി ജോസഫിനെയും വിളിപ്പിച്ചിരുന്നു. ഞാൻ കെ സി വേണുഗോപാലിൻ്റെ പേര് പറയേണ്ടാവെന്ന് വിചാരിച്ചു. സണ്ണി ജോസഫിൻ്റെ പേര് പറഞ്ഞാൽ മതി. ഉം. ആ 3 പേരെയും കൂടി വിളിപ്പിച്ചു. ആ വിളിപ്പിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി നേരെ ഹരിയാനയ്ക്ക് പോയി. ഇപ്പോൾ അതേപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം പുള്ളി തമിഴ്നാട്ടിലേക്ക് വന്നു. ഈ തമിഴ്നാട്ടിൽ വന്നിട്ടാണ് പുള്ളി പിറ്റേ ദിവസം നാളെ തീരുമാനം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ തീരുമാനത്തിൻ്റെ അർത്ഥം ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത് എല്ലാ പഴയ കെ പി സി സി പ്രസിഡന്റുമാരെയും വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്നൊരു രസകരമായിട്ടുള്ള ട്രോളാണ് ഇന്ന് രാവിലെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. കാരണം നമ്മൾ വോട്ട് ചെയ്തവരെയൊക്കെ ചിലപ്പോൾ ഡൽഹിക്ക് വിളിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ വോട്ട് ചെയ്തവരെയൊക്കെ വിളിപ്പിച്ച് അവരോടൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ യു ഡി എഫിന് വോട്ട് ചെയ്തവരെല്ലാവരും വളരെ സൂക്ഷിക്കണം. നിങ്ങൾ ആരെങ്കിലും പൊതുപ്രവർത്തനത്തിന് രംഗത്തിറങ്ങിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ട് വീടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ മിക്കവാറും രാഹുൽ ഗാന്ധി വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം രാഷ്ട്രീയത്തെക്കുറിച്ച് ABCD അറിയാത്ത ഒരാളാണ് രാഹുൽ എന്ന് പറയുന്ന ആൾ. അറിയില്ല അദ്ദേഹത്തിന് കേരളത്തിൻ്റെ പൾസ് അദ്ദേഹത്തിന് അറിയില്ല. ഇവിടെയുള്ള കേരളത്തിൽ ആര് രാഷ്ട്രീയ രംഗത്ത് വരണം എന്നറിയില്ല. കേരളത്തിന് മുഖ്യമന്ത്രി ആരായിട്ട് വരണം എന്നറിയില്ല. മുഖ്യമന്ത്രിയായിട്ട് വന്ന എന്തെങ്കിലും പ്രയോജനം കിട്ടണമെന്നറിയില്ല. അദ്ദേഹത്തിന് പ്രസ്താവന ഇറക്കിയിരുന്നല്ലോ ഇലക്ഷൻ സമയത്ത്, കേരളത്തിന് മുഖ്യമന്ത്രി വനിതയാക്കണമെന്ന്. എന്നാൽ പിന്നെ ചർച്ച വേണ്ടല്ലോ. ഈ പറയുന്ന ആളുകളൊക്കെ മാറ്റിയിട്ട് കേരളത്തിൽ ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് സത്യസന്ധമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാനത് അടിവരയിട്ട് പറയാണ്, സത്യസന്ധമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വനിത അദ്ദേഹത്തിന് ആക്കിക്കൂടെ? സ്വന്തം പെങ്ങളല്ലാത്തൊരു വനിത അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ കോൺഗ്രസിലെ വനിതകളെ അറിയാവുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, ഹഗ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന ചില നേതാക്കന്മാരൊക്കെ ഉണ്ട്. വനിതകളെ തേടി പിടിച്ച് ഹഗ് ചെയ്യാൻ നടക്കുന്ന ആളുകൾ. ഈ പറയുന്ന ഏതെങ്കിലും വനിതകളെ പിടിച്ചിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആക്കിക്കൂടെ? ഈ ആക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ കോൺഗ്രസ്സുകാരന് മനസ്സുണ്ടാകുമോ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇവരോട് പറഞ്ഞുകൂടെ? രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് സത്യസന്ധമായിട്ടാണോ അത് വെറും കളവായിട്ട് മാത്രം പറഞ്ഞതാണോ? അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നിയിരിക്കുന്ന ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞതാണോ? അദ്ദേഹത്തെ പോലുള്ള പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആള് കേവലം ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രധാനമന്ത്രി ഇവർ തീരുമാനിക്കുന്നത് ശരിയാണോ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ നാടിൻ്റെ വികസന ഘടകമല്ല. അവർക്ക് ഇത് ആര് മുഖ്യമന്ത്രിയാകുന്നു, എപ്പോൾ ആകുന്നു, എന്നാകുന്നു എന്നുള്ള വിഷയമേ അല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നത്. ഇത്ര വൈകുന്ന വളരെ ലാഘവത്തോടാണ് വിഷയം എടുക്കുന്നത്. അത് ആദ്യമായിട്ടുള്ള സംഭവമല്ല. എൻ്റെ കൃത്യമായിട്ട് ഓർമ്മയുള്ള 2018 തെരഞ്ഞെടുപ്പിനകത്താണ് മധ്യപ്രദേശ് ഇലക്ഷൻ വന്നു. ആ മധ്യപ്രദേശ് ഇലക്ഷനകത്ത് മുഖ്യമന്ത്രി ഇവരാരെ തിരഞ്ഞെടുത്തത്? ഇവർ മുഖ്യമന്ത്രിയായിട്ട് ഇലക്ഷന് വേണ്ടി മത്സരിച്ച് പ്രവർത്തിച്ച് ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. ആ സന്ധ്യയെ ഇവർ മാറ്റിയിട്ട് ഇവർ കമൽനാഥിനെ മുഖ്യമന്ത്രിയാക്കി. അതോടെ കോൺഗ്രസിന് പണിക്കുറ്റം കഴിഞ്ഞു കൊടുത്തേ. അതായത് കമൽനാഥ് എന്ന് പറയുന്ന ആള് അസംബ്ലിയിലേക്ക് മത്സരിക്കാത്ത ഒരാളെ തെരഞ്ഞു പിടിച്ച് രാഹുൽ ഗാന്ധിക്ക് താല്പര്യമുള്ളതിൻ്റെ പേരിൽ ജ്യോതിരാദിത്യ സിന്ധ്യ മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയാക്കി. അവിടെ അവരേർപ്പെട്ട് കഴിഞ്ഞു. സമാനം തന്നെയാണ് സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിലാണ് 2018 അവിടെ 2018-19 തന്നെയാണ് അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രിയാക്കി. അവിടുത്തെ പണി കഴിഞ്ഞു. ഇതേപോലെ തന്നെ അവർ ഹിമാചൽ പ്രദേശിലാക്കി. വീരഭദ്ര സിംഗിന്റെ ഭാര്യയായിട്ടുള്ള പ്രതിഭാ സിംഗ് ആയിരുന്നു അവിടുത്തെ ഇലക്ഷന്റെ മെയിൻ. അവരായിരുന്നു അതിന്റെ പ്രധാന മേൽനോട്ടം വഹിച്ചത്. അവസാനം ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ആരാക്കി? സുഖദേവ് എന്നങ്ങണ്ട അങ്ങനെ ഒരു പേര്. ആ പറയുന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കി. കേരളത്തിൽ തന്നെ അങ്ങനത്തെ നിരവധി അനുഭവങ്ങളുണ്ട്. ആരെങ്കിലും മുഖ്യമന്ത്രി ഇപ്പോൾ നമുക്ക് കർണാടകത്തിൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. കർണാടകത്തിൽ ഇലക്ഷൻ നേതൃത്വം കൊടുത്തത് DK ശിവകുമാറാണ്. ഈ സാധാരണ ശിവകുമാറിനെ ഇവർ കൂടുതൽ ഉപയോഗിക്കാറ് ആരെങ്കിലും മറുകണ്ഠം ചാടാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആ മറുകണ്ഠം ചാടുന്നവരെ കൂട്ടമായിട്ട് പിടിച്ചുകൊണ്ട് തൻ്റെ റിസോർട്ടിൽ കൊണ്ടാക്കുന്ന ആള് ശിവകുമാറാണ്. ഗുണ്ടാപ്പണി ചെയ്യിക്കുന്ന ആള്, റിസോർട്ടിൽ ആളുകൾക്ക് അക്കോമഡേഷൻ കൊടുക്കുന്ന സാമ്പത്തികമായിട്ടുള്ള വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളാണ് ശിവകുമാർ. ആ ശിവകുമാറിന്റെ റിസോർട്ടിലാണ് കേരളത്തിലടക്കമുള്ള പല സ്ഥലത്തുമുള്ള കോൺഗ്രസിന്റെ MLA-മാര് അവധിക്കാലം വിനിയോഗിച്ചിരുന്നത്. അങ്ങനെയുള്ള ശിവകുമാറിനെ മുൻനിർത്തിക്കൊണ്ടാണ് കർണാടകത്തിൽ ഇലക്ഷൻ വന്നത്. ഇലക്ഷൻ ജയിച്ചു. ആ ഇലക്ഷൻ ജയിച്ചപ്പോൾ ഉടനെ സിദ്ധാരാമയ്യ മുഖ്യമന്ത്രിയായി. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പണി. രാഹുൽ ഗാന്ധിയുടെ പണി എന്ന് പറഞ്ഞാൽ കേരളത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും. ഇവിടെ പണിയെടുത്തിരിക്കുന്ന ആളും ചിന്തിക്കണ്ട.
എനിക്കൊരു സംശയവുമില്ല. പണിയെടുത്ത പ്രതിപക്ഷ നേതാവായിരിക്കാം, അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവായിരിക്കാം. ഈ രണ്ടുപേരും കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയില്ല. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കുന്നത് തനിക്ക് പ്രിയപ്പെട്ട ആളുകളെയാണ്. തനിക്ക് പ്രിയപ്പെട്ട ആളുകളെ മുഖ്യമന്ത്രിയാക്കിയിട്ട് തൻ്റെ വരുതിയിൽ നിർത്താനുള്ള പരിശ്രമമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയ മാതിരിയാണ്. കാരണം നടക്കാൻ പോലും വയ്യ, ചിന്തിക്കാൻ വയ്യ, ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനത്തെയുള്ള ഖാർഗെയെ കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കിയിട്ടുണ്ടെങ്കിൽ സോണിയാഗാന്ധിക്കും മകൻ രാഹുൽ ഗാന്ധിക്കും മറ്റേ മകള് പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ ഈ പുള്ളി ഭരിക്കാൻ വേണ്ടിയുള്ള വളരെ എളുപ്പമാണ്. സമാനമായ രീതിയിലാണ് ഇവർക്ക് ഭരിക്കാനായിട്ട് എളുപ്പമുള്ള, തിരുവാക്കി എതിർവായില്ലാത്ത ആരെയെങ്കിലും പിടിച്ച് കേരളത്തിന് മുഖ്യമന്ത്രിയാക്കും. സർ, പക്ഷേ ഈ കെ സി വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രി ആക്കുന്നതെങ്കിൽ എവിടെയെങ്കിലും മത്സരിപ്പിച്ച് ജയിപ്പിക്കണ്ടേ? അതിന് വി ഡി സതീശനും ചെന്നിത്തലയൊക്കെ സമ്മതിക്കുമോ? അല്ല, ഇവര് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഇവര് കണ്ണൂരിൽ ഇരിക്കൂർ എന്നൊരു സ്ഥലമുണ്ട്. അത് ഈ പറയുന്ന കെ സി വേണുഗോപാലിന്റെ സ്ഥലമാണ്. അദ്ദേഹത്തിന് വീടിരിക്കുന്ന സ്ഥലമാണ് അത്. എന്ന് മാത്രമല്ല, ആ സമയത്ത് വേണമെങ്കിൽ ഇന്ത്യ മുന്നണിയൊക്കെ ആയിട്ട് CPM ഒക്കെ ആയിട്ട് വേണമെങ്കിൽ സഖ്യം ഉണ്ടാക്കാം. അങ്ങനെ സഖ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇരിക്കൂരിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരാളെയാണ് ഇലക്ഷനിൽ നിർത്തി ജയിപ്പിച്ചിരിക്കുന്നത്. ആളെ കൊണ്ട് രാജിവെപ്പിക്കാം. മാത്രം മുസ്ലിം ലീഗിന്റെ പിന്തുണ തേടാം. മുസ്ലിം ലീഗിന്റെ രാഹുൽ ഗാന്ധി സംസാരിച്ചാൽ മതി. കാരണം ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള ഏക ഉറച്ച ഘടകകക്ഷി എന്ന് പറയുന്നത് ലീഗ് മാത്രമാണ്. ആ ലീഗിന്റെ പിന്തുണയോടുകൂടി കൊണ്ടുവച്ചുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള ഒരു സ്ഥലത്ത് നിന്ന് മത്സരിച്ച് ജയിപ്പിക്കുക. അത് സാധ്യത കൂടുതൽ ഇരിക്കൂരാവാൻ വളരെ സാധ്യതയുണ്ട്. ഇരിക്കൂരിൽ നിന്ന് പലരെയും പിന്തുണ അതിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് മത്സരിച്ച് ജയിച്ച് MLA ആയിട്ട് കേരളത്തിന്റെ നിയമസഭയിലേക്ക് വരികയും അതുവഴിക്ക് 6 മാസത്തിനിടയ്ക്ക് അതിൻ്റെ ആ ഇലക്ഷൻ മതി. അതിനു വേണ്ടിയിട്ട് ചില പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കതാണ്. ഏതാണെങ്കിലും ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ ഈ പറയുന്ന വൈകല് ഇതൊരിക്കലും കോൺഗ്രസിൻ്റെ ഹിതത്തിനനുസരിച്ചിട്ടല്ല, ഇത് ജനങ്ങളുടെ ഹിതത്തിന് അനുസരിച്ചിട്ടല്ല, ഇത് രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ താല്പര്യാനുസൃതമുള്ള വൈകിപ്പിക്കലാണ്. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരനെ ആരെ വേണമെങ്കിലും തിരഞ്ഞെടുത്തോ. കാരണം കേരളത്തിലെ MLA-മാരൊക്കെ കെ സി വേണുഗോപാലിൻ്റെ കൂടെയാണ്. അതിന് കൃത്യമായുള്ള കാരണമുണ്ട്. അവർക്ക് ഇലക്ഷൻ ഫണ്ട് കൊടുത്തത് കെ സി വേണുഗോപാലാണ്. മാത്രമല്ല, നാളെ അവർക്കൊരു സ്ഥാനം കിട്ടണമെന്നുണ്ടെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ പിന്തുണ വേണം. അദ്ദേഹമാണ് ഇപ്പോൾ നിലവിൽ സംഘടനാ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോകുമെന്നുള്ള ചർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 3-4 മാസത്തിന് അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സ്ഥാനം പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ വളരെ പ്രിയപ്പെട്ടവനായിരിക്കുന്ന കെ സി വേണുഗോപാലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് തങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കേരളത്തിലെ MLA-മാർ ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുക? ഇപ്പം ആകെയുള്ള 62-63 MLA-മാരുണ്ട്. അതിനകത്തിന് 47 പേര് കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ്. പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും കെ സി വേണുഗോപാലിൻ്റെ കൂടെയാണ്. ഇവരൊക്കെ മറ്റുള്ളവരെയൊക്കെ ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവിനെയൊക്കെ പിന്താങ്ങുന്ന ആളുകൾ MLA-മാരില്ലാത്ത ആളുകളാണ്. VM സുധീരൻ MLA ഒന്നുമല്ല. അങ്ങനെ VM സുധീരന് കിട്ടിയ പിന്തുണ കിട്ടിയിട്ടുള്ള ആർക്കും ഒരു പ്രയോജനം കിട്ടാനില്ല. അതിനേക്കാളും കൂടുതൽ ഏറ്റവും നല്ലത് ഇവിടെയുള്ള TJ വിനോദിൻ്റെ പിന്തുണ കിട്ടുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ജനങ്ങളുടെ പിന്തുണയില്ലാത്ത MLA-മാരല്ലാത്ത ജനപ്രതിനിധികളല്ലാത്ത ചിലരുടെ പിന്തുണ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനും കേരളത്തിലെ കോൺഗ്രസിൽ യാതൊരു സാധ്യതകളുമില്ല. ഇവിടെ സാധ്യതകളുള്ളത് കെ സി വേണുഗോപാലിനാണ്. കാരണം എല്ലാ സ്ഥലത്തും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ, ഇലക്ഷൻ നേതൃത്വം കൊടുത്ത ആളുകളെ ഒരു മാറ്റിവെച്ച പാരമ്പര്യമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. അത് അദ്ദേഹം ഹിമാചൽ പ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും കർണാടകത്തിലും എല്ലാം നോക്കി പരീക്ഷിച്ച് വിജയിച്ചു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ചരിത്രമാണ്. ഏതാണെങ്കിലും അദ്ദേഹം പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണമാണ് ഈ പറയുന്ന ജനഹിതത്തിൽ പരാജയപ്പെട്ട ആളുകളെ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് 2, 3, 4 ദിവസം, ഇപ്പോൾ ദീപാദാസ് മുൻഷി പറഞ്ഞ് 23-ാം തീയതി വരെ ടൈം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ 23-ാം തീയതിക്ക് മുമ്പായിട്ട് അവർ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ഒരാൾ കേരളത്തിന് മുഖ്യമന്ത്രിയാക്കും. കേരളത്തിന് വികസനം മാത്രം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ സാരമില്ല എന്ന് വിചാരിച്ചാൽ മതി. കേരളത്തിലെ സ്ത്രീകളൊക്കെ വിചാരിച്ച് KSRTC, ഇപ്പം ഞങ്ങൾ ഇന്ന് പത്രത്തിൽ വായിച്ചു, കേരളത്തിൽ KSRTCയിൽ സ്ത്രീകളെ ആരും പാസ് എടുത്തിട്ടില്ല എന്നാണ്. കാര്യം ഫ്രീ ഇപ്പോൾ ഒടുക്കി കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പെണ്ണുങ്ങളൊന്നും ഇവിടെ കാത്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സൗജന്യം തൽക്കാലം കിട്ടാൻ വഴിയില്ല. നിങ്ങൾ ആകെയുള്ള സ്വർണ്ണത്തിന് ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതല്ലാതെ കണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഈ പറയുന്ന മന്ത്രിസഭയിൽ നിന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, KSRTC പണ്ടേ തന്നെ ദുർബലയാണ്. ഇപ്പോൾ ഗർഭിണി കൂടി ആയാലുള്ള അവസ്ഥ അതെങ്ങനെയാണെന്നുള്ള രീതിയിലാണ് അതിന് പോക്ക് വരിക. വളരെ പരമദീനമായിട്ടുള്ള രീതിയിൽ അതിനുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വരുന്ന മന്ത്രിസഭയ്ക്ക് സാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസം.